എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മളെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായാൽ വളരെ പ്രയാസമാണ്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. പക്ഷേ അവിടെയും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തതായിട്ട് അസോസിയേറ്റ് വിത്ത് റൈറ്റ് പീപ്പിൾ. നല്ല ആളുകളുമായിട്ട് നമ്മൾ സാവസിക്കുക. നല്ല ആളുകളെന്ന് ഉദ്ദേശിച്ചാൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞു തരുന്ന, നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കൾ, നല്ല റിലേറ്റീവ്സ് എന്തൊക്കെ ആകാം. രണ്ടാമതായിട്ട് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾ ഒരു ദിവസം വന്നു പോകുന്നുണ്ട്. 60,000-ഓളം എന്ന് ഏകദേശം പറയാം. അതിൽ തന്നെ ഒരു 90% നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. ഈ ചിന്തകൾ നമ്മളെ പിന്നോട്ടടിക്കുക ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ ബാക്കിയുള്ള 10% പോസിറ്റീവ് അതിനെ തിരിച്ചറിയുകയും അതിനെ സ്വീകരിക്കുകയും നെഗറ്റീവിനെ അവോയ്ഡ് ചെയ്യാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ നമ്മൾ വിജയിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. ബിലീവ് ഇൻ അൾട്ടിമേറ്റ് സക്സസ്. അന്തിമ വിജയത്തിൽ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും. നമ്മളെ മനസ്സ് തന്നെ അത് ശരിയാകില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് പ്രയാസത്തിലേക്ക് പോകും. ഇനി നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ജീവിതത്തിലോ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കാല അനുഭവങ്ങൾ, അതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ പരാജയപ്പെട്ടു, ഒരു എക്സാമിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് അതിന് കാരണം നമ്മൾ തിരിച്ചറിയുകയും അത് വിശകലനം ചെയ്ത് ആ കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കൂടുതൽ മെച്ചത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായി ചിന്തിക്കുന്ന നല്ലൊരു ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ആൾ.